ഖരഗ്പൂർ എന്നൊരു ഗ്രാമത്തിൽ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. ആ അനാഥാലയത്തിൽ പ്രദീപ് 4 അനാഥ കുട്ടികളോടൊപ്പം അവിടെ ജീവിച്ചു വന്നിരുന്നു. പ്രദീപ് ചെറുപ്പം മുതലേ അനാഥാലയത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരുപാട് ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്. അയാളുടെ കുടുംബം ആ 4 കുട്ടികൾ മാത്രമായിരുന്നു. 4 കുട്ടികൾക്കും പലതരത്തിലുള്ള സ്വഭാവമായിരുന്നു. ഒരാൾക്ക് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ മറ്റു ചിലർ മണ്ടന്മാരായിരുന്നു. ഒരാൾ കൊഴിമടിയനാണെങ്കിൽ മറ്റൊരാൾ നല്ല അധ്വാനിയായിരുന്നു. എല്ലാവരും ആ ആശ്രമത്തിൽ ഒരുമിച്ച് ജീവിച്ച് അവർ അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ആ ആശ്രമം ജനങ്ങളുടെ ദയ കൊണ്ടും സഹായം കൊണ്ടുമാണ് മുൻപോട്ട് പോയിരുന്നത്. പ്രദീപ് ആ കുട്ടികളെ തന്നെ സംരക്ഷിക്കുന്നത് കൊണ്ട് അയാൾക്ക് വേറെ ഒരു ജോലിയും നോക്കാനേ പറ്റിയില്ല. ഒരിക്കൽ 4 വയസ്സുള്ള ഒരു ആൺകുട്ടി വീതിയിൽ ഭിക്ഷ യാചിക്കുന്നത് പ്രദീപ് കണ്ടു. ഉടനെ പ്രദീപ് അവനെ തന്റെ ആശ്രമത്തിലേക്കും കൊണ്ടുവന്നു. 4 വയസ്സുള്ള സിദ്ധാർത്ഥിനെ ആശ്രമത്തിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ, അതായത് അമൻ, പരം, പ്രേരണ, പിന്നെ അനാമികയും കണ്ടപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. ആ കുട്ടികളിൽ ഏറ്റവും മുതിർന്നവൾ അനാമികയായിരുന്നു. അവൾ നല്ല ബുദ്ധിശാലിയുമായിരുന്നു. പ്രദീപ് ചെറിയച്ച, നമ്മൾ ഈ പുതിയ പയ്യനായ സിദ്ധാർത്ഥിന്റെ പഠനത്തെക്കുറിച്ചും എങ്ങനെ വളർത്തണമെന്നും ചിന്തിക്കണം. ഞാൻ എന്തെങ്കിലും ജോലി അന്വേഷിച്ചേ പറ്റൂ. ജനങ്ങൾ ഈ ദാനവും ധർമ്മവും ഒന്നും വിശ്വസിക്കുന്നതേ ഇല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ മോളെ അനാമികെ, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് പോകാം. ഇനി താങ്കളും പോയി കഴിഞ്ഞാൽ ഈ ആശ്രമം ഇനി ആര് നോക്കും? അനാമിക ഇങ്ങനെ പറഞ്ഞു തീർന്നതും അവിടേക്ക് പരമും പ്രേരണയും വഴക്കുണ്ടാക്കിക്കൊണ്ടേ വന്നു. ചേച്ചി ചേച്ചി, ഇത് എന്റെ ബ്രെഡാ. ഇത് എന്റെ കയ്യിലാ ഉണ്ടായിരുന്നത്. ഇത് നീ സൂക്ഷിച്ചു വെച്ചതല്ല, മോഷ്ടിച്ചു വെച്ചിരിക്കുന്നതാ. ഇത് എന്റേതാ. ഇന്നലെ രാത്രി ഞാനാ അത് ബാക്കി വെച്ചിരുന്നത്. രണ്ടുപേരും വായടക്കേ. ദിവസവും ഇങ്ങനെ വഴക്കിടുന്നത് നല്ലതല്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ചേച്ചി, ഈ പരം എന്റെ ബ്രെഡ് എടുത്തു. ഞാൻ നിനക്ക് പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. ഇനി ദൈവത്തെ ഓർത്ത് വഴക്കുണ്ടാക്കരുത് പ്ലീസ്. എന്നാൽ ചേച്ചി എനിക്ക് തരില്ലേ? ഇങ്ങനെ വാക്കുവാദങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പുതിയ കുട്ടിയായ സിദ്ധാർത്ഥ് വന്നു. അവർ സിദ്ധാർത്ഥിനെ കണ്ട ഉടനെ, ആ ഇതാ ഉസ്താദ്, നിനക്ക് വേണ്ടി ഞാനിത് മാറ്റി വെച്ചിരുന്നതാ. താങ്ക് യു ചേട്ടാ. പ്രദീപ് എല്ലാ കുട്ടികളെയും സമാധാനിപ്പിച്ച് അവരോടെല്ലാവരോടും കഴിക്കാനും പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് അമൻ വന്നത്. പ്രദീപ് അങ്കിൾ, 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് അല്ലേ? സാന്റാക്ലോസ് നമുക്ക് എന്ത് ഗിഫ്റ്റാ തരുന്നത്? സാന്റാക്ലോസ് നല്ല കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നോ അവർക്ക് മാത്രമേ ഗിഫ്റ്റുകൾ തരൂ. കുസൃതി കാണിക്കുന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് തരാറില്ല. ഏത് കുട്ടികളാണോ നന്നായി പഠിച്ച് ഹോംവർക്കൊക്കെ കൃത്യസമയത്ത് ചെയ്യുന്നോ അവർക്ക് മാത്രമേ ഗിഫ്റ്റ് കിട്ടൂ. എന്നാൽ നിങ്ങൾ എൻജോയ് ചെയ്യുവാണ്, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കിട്ടില്ല. എന്നാൽ ഞാൻ കുറച്ച് ദിവസമായി ഒന്നും ചെയ്യുന്നതേ ഇല്ലല്ലോ. ഞാൻ ഒരു കുസൃതിയും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് സാന്റ ഉറപ്പായും ഗിഫ്റ്റ് തരും. അയ്യോ, ഇതെല്ലാം വെറും സ്റ്റോറിയാ. സത്യത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതും അനാമിക പ്രദീപിനോട് വീട്ടിലെ പലചരക്ക് സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു. പ്രദീപ് അങ്കിൾ, നമ്മുടെ കയ്യിൽ പലചരക്ക് സാധനങ്ങൾ നാളെയും കൂടെ ഉള്ളൂ. ഒരുപാട് നാളായി ജനങ്ങൾ നമ്മളെ സഹായിക്കുന്നതേ ഇല്ല. അതുമല്ലാതെ നാളെ ക്രിസ്മസുമാണ്. എല്ലാ കുഞ്ഞുങ്ങളും കാത്തിരിക്കുകയാണ്. കുറച്ച് കേക്കും സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാമോ പ്ലീസ്? അയ്യോ അതെ, നീ വിഷമിക്കണ്ട, അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. പ്രദീപ് വീട്ടിൽ നിന്നും വെളിയിൽ പോയി കുട്ടികളുടെ സന്തോഷത്തിനു വേണ്ടി കടയിൽ നിന്നും അയാൾ കടത്തിന് കേക്കും പലചരക്ക് സാധനങ്ങളും വാങ്ങാമെന്ന് കരുതി. അതേസമയം അവിടെ ഒരു കള്ളൻ പേഴ്സുമായി ഓടി വന്നു. ആ കള്ളനും പ്രദീപും തമ്മിൽ ഇടിക്കുകയും ചെയ്തു. ഇത് കാരണം ആ പേഴ്സ് അവിടെ തന്നെ വീണു. അപ്പോഴാണ് കള്ളനെ പിന്തുടർന്നു വന്ന ജനങ്ങൾ പ്രദീപിന്റെ കയ്യിൽ ആ പേഴ്സ് ഇരിക്കുന്നത് കണ്ട് അവരെല്ലാവരും പ്രദീപാണ് കള്ളനെന്ന് തെറ്റിദ്ധരിച്ചു. പ്രദീപാണ് കള്ളനെന്ന് കരുതി അവർ പ്രദീപിനെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നെ വിട്ടേക്കൂ, ഞാനൊരു തെറ്റും ചെയ്തില്ല. കുട്ടികൾ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുക. എന്നെ വിട്ടേക്കൂ. പോലീസ് പ്രദീപിനെ ജയിലിൽ അടച്ചു വെക്കുകയും ചെയ്തു. മറ്റൊരു വശത്ത് അവിടെ കുട്ടികൾ പ്രദീപിന് വേണ്ടി കാത്തുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി മുഴുവനും പ്രദീപ് വരാത്തതുകൊണ്ട് പാവം സിദ്ധാർത്ഥ് കരയാൻ തുടങ്ങി. അച്ഛനെ വിളിച്ചു വരുത്തൂ, എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ മോനു വേണ്ടി കേക്ക് വാങ്ങാൻ പോയതാ. അച്ഛൻ വന്നുകൊണ്ടിരിക്കുക. അനാമിക എങ്ങനെയൊക്കെയോ സിദ്ധാർത്ഥിന് ഭക്ഷണം കൊടുത്ത് അവനെ ഉറക്കി കിടത്തി. പിന്നെ പരമിനോട് ആശ്രമത്തെയും സിദ്ധാർത്ഥിനെയും നന്നായി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ അമനോടൊപ്പം പ്രേരണയോടൊപ്പവും പ്രദീപിനെ അന്വേഷിച്ച് ഇറങ്ങി. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഇത്രയും നേരമായിട്ട് പ്രദീപങ്ങൾ എവിടേക്കായിരിക്കും പോയത്?
അങ്കിളിനൊന്നും പറ്റിക്കാണില്ലല്ലോ അല്ലേ? അദ്ദേഹം ഈ മാർക്കറ്റിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. പലചരക്ക് സാധനങ്ങൾ വാങ്ങാനായി പ്രദീപ് അങ്കിൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടെ പരമും സിദ്ധാർത്ഥും സാന്റാക്ലോസിനു വേണ്ടി കാത്തിരുന്നു. കാരണം ഇപ്പോൾ ക്രിസ്മസ് അല്ലേ. ഹേ സാന്റ, പ്ലീസ് കം. എന്റെ ഫാമിലി എനിക്ക് തിരിച്ചു കിട്ടണം. അച്ഛനും എന്റെ ഫാമിലിയും വീട്ടിലേക്ക് തിരിച്ചു വരണം. സിദ്ധാർത്ഥിന്റെ പ്രയർ കേട്ട് സാക്ഷാൽ സാന്റാക്ലോസ് തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ സത്യമായിട്ടും സാന്റയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ സ്വപ്നം കാണുവാണോ? ഓഹോ, ഞാൻ യഥാർത്ഥ സാന്റയാണ്. നിന്റെ കുടുംബം വന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഭക്ഷണം തരാനാണ് ഞാനിവിടെ വന്നത്. അനാമികയും അമനും പിന്നെ പ്രേരണയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പ്രദീപിനെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുക്കാനായി അവർ പോയി. കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ പ്രദീപ് ജയിലിൽ കിടക്കുന്നത് കണ്ടു. അങ്കിൾ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഈ മോഷ്ടാവിനെ നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം കള്ളനല്ല, ഞങ്ങളുടെ അങ്കിളാണ്. ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്നോട് ക്ഷമിക്കൂ, നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ആ കുട്ടികൾ അപ്പോൾ പറഞ്ഞത് കേട്ട് പോലീസ് പ്രദീപിനെ മോചിപ്പിച്ചു. അവരെല്ലാവരും മനംനൊന്ത് വീട്ടിലേക്ക് വന്നു. എന്നാൽ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി. വീട് മുഴുവനും ലൈറ്റ്സും ബലൂണും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥും പരമും അവിടെ പുതുവസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്നു. നിങ്ങൾ വരാൻ കുറച്ച് ലേറ്റായോ? ഇതാ നിങ്ങൾക്കായുള്ള സ്വീറ്റ്സ് പിന്നെ ഗിഫ്റ്റ്സ്. ഈ വർഷത്തേക്കിനുള്ളതെല്ലാം ഉണ്ട്. എല്ലാ കുട്ടികൾക്കുമുള്ള ഗിഫ്റ്റും ഇതിലുണ്ട്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സാന്റ. ഇനി മുതൽ ഞങ്ങൾ കുസൃതി കാണിക്കില്ല. നല്ല കുട്ടികളായി ജീവിച്ച് താങ്കൾക്ക് വേണ്ടി അടുത്ത വർഷവും ഞങ്ങൾ വെയിറ്റ് ചെയ്യും. വാവ്, ഇത്രയും ഗിഫ്റ്റുകളോ? താങ്ക് യു സാന്റാ ക്ലോസ്. ഓരോ കുട്ടികളെ, ഇനിയും ഒരുപാട് കുട്ടികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് അവരുടെ അടുത്തേക്ക് പോയേ പറ്റൂ. സാന്റയും തന്റെ മാനുകളോടൊപ്പം അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അവരെല്ലാവരും ആ വിരുന്ന് നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ആ കുട്ടികളും ആശ്രമത്തിൽ സന്തോഷമായി ജീവിച്ചു.